പേര് ആൻസി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ മുരളീധരൻ സാറാണ്. സാർ റിട്ടയർഡ് പ്രൊഫസറും ജെൻഡർ എക്സ്പേർട്ടുമാണ്. സാർ, ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നാൽ എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ജെൻഡർ എന്ന ആശയത്തെക്കുറിച്ച് ഒരു സെൻസിറ്റിവിറ്റി, അവബോധം വളർത്താനുള്ള ശ്രമത്തെയാണ് നമ്മൾ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ലോകത്തെ രാജ്യങ്ങൾ, മറ്റ് വികസിതമായ രാജ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുള്ള മേഖലയാണ് ജെൻഡർ അവെയർനെസ്. നിർഭാഗ്യവശാൽ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇവിടുത്തെ ഏറ്റവും പുരോഗമനം നടന്നിട്ടുള്ള കേരളം പോലത്തെ പ്രദേശങ്ങളിൽ പോലും ജെൻഡർ സെൻസിറ്റൈസേഷൻ വേണ്ട പോലെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിലുള്ള അന്തരം, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന വിവേചനങ്ങൾ ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു. ഇതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന പ്രോഗ്രാം സ്വീകരിക്കുന്നത്. നിലവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, അവിടേക്ക് ഇതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? കേരളത്തിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ് വരുന്നത് 1990കളിലാണ്. അങ്ങനെ പറയുമ്പോൾ കുറച്ച് കാലമായി എന്ന് പറയാം. പക്ഷേ എന്നാലും ഈ 90കളിലും വളരെ പരിമിതമായി, പ്രത്യേകിച്ചും വളരെ ഉയർന്ന ക്ലാസ്സുകളിൽ മാത്രമേ ഈ ഒരു വിഷയം സംസാരിക്കപ്പെട്ടിരുന്നുള്ളൂ. അതിനൊരു കാരണം സ്ത്രീ വിമോചനം എന്നത് തന്നെ 90കളിൽ പോലും കേരളത്തിൽ അത്ര അംഗീകൃതമായ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ആക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം ആയിരുന്നില്ല. പലരും അതിനെ ഒരു ചീത്ത കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. പിന്നീട് ഈ പുതിയ നൂറ്റാണ്ടിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2010 ശേഷമുള്ള കാലഘട്ടത്തിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിലേക്കും മറ്റും ഈ വിഷയം ഇറങ്ങി വരുന്നതും ഇത് സാഹിത്യം പഠിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ വിദ്യാർത്ഥികളിലും എത്തിച്ചേരേണ്ട ആശയങ്ങളാണ് ഇവ എന്ന തിരിച്ചറിവുണ്ടാവുകയും അതനുസരിച്ച് നമ്മുടെ സിലബസുകൾ റീഓർഗനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സമീപനങ്ങളിൽ, അവരുടെ പെരുമാറ്റങ്ങളിൽ, അവരുടെ ആത്മവിശ്വാസത്തിൽ ഒക്കെ ഈ മാറ്റം വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ഈ മാറ്റം വളരെ അത്യാവശ്യമായിട്ട് വരേണ്ടത് പൊതുജനങ്ങളുടെ ഇടയിലാണ് എന്ന് തോന്നുന്നു. ഒരു 20-25 വർഷത്തോളം ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ എന്നോട് എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങളോട് മാത്രമേ ഇത് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ ലോകത്ത് നമ്മൾ ജീവിക്കണ്ടേ? ഇത് കഴിഞ്ഞ് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അധ്യയനമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വീടുകളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ കോളേജ് യൂണിവേഴ്സിറ്റികളിൽ ഒതുങ്ങി നിൽക്കാതെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകത ഇന്നുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതികൾ ജെൻഡർ ധാരണയെ രൂപപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ? നിലവിലുള്ള പാഠ്യപദ്ധതികളിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് ചിലതെങ്കിലും അടുത്ത കാലത്ത് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം മുൻപ് പ്രൈമറി ക്ലാസ്സിൽ പഠിച്ച ചില വിഷയങ്ങൾ, ഇന്ന് ചില പാഠങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആയിരുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചെറിയ മാറ്റങ്ങളെങ്കിലും പ്രൈമറി ക്ലാസ്സുകൾ മുതൽ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ മാറ്റം സ്വാഭാവികമായിട്ടും വരുന്ന തലമുറയുടെ സമീപനത്തിലുള്ളൊരു മാറ്റമായി മാറും. പക്ഷെ എന്നിരുന്നാൽ കൂടി ജെൻഡറിനെ കുറിച്ചുള്ള ചില പുതിയ ധാരണകൾ നമ്മൾ പാഠ്യപദ്ധതികളിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മറുവശത്ത് ജെൻഡർ എന്ന വിഷയത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ട ഒരുപാട് പുതിയ ഇഷ്യൂസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികൾ വളരെ വളരെ അപര്യാപ്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പഠനത്തിലൂടെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ, സാമൂഹ്യബോധം,
നമ്മുടെ വിദ്യാർത്ഥികളിൽ എത്തിച്ചേരേണ്ടത്. നമ്മുടെ പാഠ്യപദ്ധതികളുടെ ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന വലിയ പ്രാധാന്യം, അതിൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ എന്താ പറയുക സെൻസിറ്റീവായിട്ടുള്ള ഒരു പൗരനെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ്. വെറുതെ കുറച്ച് എൻജിനീയേഴ്സിനെയോ ഡോക്ടേഴ്സിനെയോ ടെക്നീഷ്യൻസിനെയോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒന്നായി വിദ്യാഭ്യാസം ചുരുങ്ങരുത്. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സാമൂഹ്യ അവബോധം കൂടി നിർമ്മിക്കാനാവുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതികൾ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. എന്നാലും വരുന്ന മാറ്റങ്ങൾ വളരെ ആശാവഹമാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജെൻഡർ സമത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഫലപ്രദമായ എന്തെങ്കിലും പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ടോ? ഫലപ്രദമാണോ എന്ന കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും ഇത്തരം പുതിയ ഐറ്റംസൊക്കെ സിലബസിലേക്ക് വളരെ അടുത്ത കാലത്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കിതിൻ്റെ വേറൊരു പരിമിതിയായിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പോഴും നമുക്ക് പൊതുവായൊരു ധാരണയുണ്ട് ജെൻഡർ എന്ന വിഷയം സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത്. എന്നാൽ ജെൻഡർ എന്ന വിഷയം സമൂഹത്തിലെ എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ട, എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ആൺകുട്ടികളെയും മറ്റും ഈ വിഷയങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വിടാറേയില്ല. അത് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും സിലബസിൽ ഇത്തരം വിഷയങ്ങളുണ്ട് എന്നതും, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി തലങ്ങളിൽ, സ്കൂളിൽ എനിക്ക് വലിയ ധാരണയില്ല, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ എന്താണ് പാർട്ട് 1 ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വലിയ ശതമാനം വിദ്യാർത്ഥികളിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം തീർച്ചയായിട്ടും കോളേജുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ സിലബസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മേഖലയിലത്തെ മറ്റൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ച് അവയർനെസ് ഉള്ള, ഇതിനോട് ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള അധ്യാപകർ കൂടി ഉണ്ടായാലേ ഇതിൻ്റെ അധ്യയനം വളരെ ഇഫക്റ്റീവ് ആകുള്ളൂ. അതിപ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. അപ്പം നമ്മുടെ കേരളത്തിലെ ഒരേ സിലബസ് പഠിപ്പിക്കുമ്പോൾ പോലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചിലർ അത് വിശദമായി വളരെ എഫക്റ്റീവായി പഠിപ്പിക്കുന്നുണ്ടാവും, അതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ എക്സസൈസ് ചെയ്യിക്കുന്നുണ്ടാവും. മറ്റു ചിലർ അതിനെ ഉഴപ്പിക്കളയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പൊതുവായിട്ടൊരു ഒരു കാര്യം പറയാൻ സാധിക്കില്ല. എങ്കിലും ഇവയൊക്കെ അവിടെ ഉണ്ട്, കുറേ ആളുകളൊക്കെ അത് ഗൗരവത്തിലെടുക്കുന്നുണ്ട് എന്നത് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. സാർ, കുട്ടികളിൽ എങ്ങനെയാണ് ജെൻഡർ വിവേചന മനോഭാവം ഉണ്ടാകുന്നത്? അത് ഞാൻ കുറച്ചതിൻ്റെ നേരത്തെ പറഞ്ഞു. ഈ കുട്ടികളെ നമ്മളെ സ്കൂളുകളിലോ കോളേജുകളിലോ ഇരുത്തി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അവബോധം നൽകിയിട്ട് അവരിറങ്ങുന്നത് പുറത്തുള്ള സമൂഹത്തിലേക്കാണ്. പുറത്തുള്ള സമൂഹം അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും വളരെ പീട്രിയാർക്കലായിട്ടുള്ളൊരു സമൂഹമാണ്. അപ്പോൾ പലപ്പോഴും പഠിച്ചു വെച്ച കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിലോ സമൂഹത്തിലോ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം പല കുട്ടികൾക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉള്ള വിദ്യാർത്ഥിനികൾ ഈ മേഖലയിൽ നിന്ന് ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്, അതനുസരിച്ച് പെരുമാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ചേഞ്ച് തീർച്ചയായിട്ടും കാണാനുണ്ട്. പക്ഷെ സമൂഹത്തിൽ മൊത്തത്തിൽ വരേണ്ട ഒരു മാറ്റം ഇനിയും വളരെ അകലെയാണ്. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുക തന്നെ വേണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് ആകെ പറയാനുള്ളത്. സാർ, ജെൻഡർ വിവേചനം എങ്ങനെ നമുക്ക് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയും? സത്യത്തിൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിൻ്റെ ബൃഹത്തായ സിലബസ് തന്നെ ഇതിനെക്കുറിച്ചാണ്. കാരണം ഇത് ഏതാനും ആളുകളുടെ അവകാശത്തെക്കുറിച്ചുള്ള അല്ല, എങ്ങനെയാണ് വിവേചനം അടിസ്ഥാനമായിട്ടുള്ള ഒരു സമൂഹം നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള അവയർനെസ്സാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ അടിത്തറ മുതൽ ഒരു മാറ്റം വരേണ്ടതാണ്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ
പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള മേഖലകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം. എന്നാൽ പ്രായോഗികമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര പെൺകുട്ടികൾക്ക് താൻ ഇഷ്ടപ്പെടുന്ന വിഷയം പഠിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ട് എന്നുള്ളത്. ഞാൻ പറയുന്നത് വീട്ടിൽ നിന്ന് അത് പഠിക്കരുതെന്ന് പറയുന്നല്ല, അവർ സ്വന്തം ഭാവിയെ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, തനിക്ക് ചെയ്യുന്ന പറ്റാത്തതായ കാര്യങ്ങൾ കുറേ ഉണ്ട് എന്നുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ എന്നുള്ളൊരു ഒരു എന്താ പറയുക അബദ്ധധാരണ അവരിൽ വളർത്തിക്കൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് തന്നെ. അതേസമയം തന്നെ മറുവശത്ത് ആൺകുട്ടികൾക്ക് ഇതേ പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാൻ പാടില്ല, അത് പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് സമൂഹം അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ ഒരു ജെൻഡർ സമത്വമുള്ള ഒരു സമൂഹം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. സാർ, സമൂഹത്തെ ജെൻഡർ തുല്യതയിലേക്ക് നയിക്കാൻ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇത് ഞാൻ ചിലപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ നിങ്ങളിവിടെ പഠിച്ചതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അവരോട് അടികൂടാനോ വഴക്കിടാനോ ഒന്നും പോകണ്ട. പക്ഷേ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, അവരെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്, അവരെക്കാൾ രോഗവിവരമുള്ളവരാണ് നിങ്ങൾ എന്നുള്ളത്. അത് മനസ്സിലുണ്ടായാൽ സ്വാഭാവികമായിട്ടും വളരെ പതുക്കെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയും നിങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകളെയും ഒക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സൗമ്യമായി വിനയപൂർവ്വം നിങ്ങൾ അവരോട് ഇടപെടുകയും അതേസമയം നിങ്ങൾ പഠിച്ച പുതിയ തത്വങ്ങൾ, നിങ്ങളിലേക്ക് വന്ന പുതിയ ധാരണകൾ മുറുകി പിടിക്കുകയും ചെയ്യുക. ആ രീതിയിലാണ് നമുക്ക് സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുക. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിന് SPCയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.